PostgreSQL ഇൻസ്റ്റാളേഷൻ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി SQLന്റെ ബേസിക്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇൻ കേസ് ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ട് SQL ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡാറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതുപോലെ തന്നെ SQLൽ ഡാറ്റാസ് അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് ടേബിൾസ് ആണ്. ദെൻ ദീസ് ടേബിൾസ് ആർ നോൺ ആസ് റിലേഷൻ. ഈ ടേബിൾസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ടേബിൾസിലേക്ക് എങ്ങനെ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാമെന്നും എഡിറ്റ് ചെയ്യാമെന്നും ആൾട്ടർ ചെയ്യാമെന്നും അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ബേസിക് ക്വറീസുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. SQL ഷെൽ ഓപ്പൺ ചെയ്യുന്നു. ഇൻസ്റ്റാളേഷൻ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ എൻ്റർ ചെയ്ത് പോവാം. എൻ്റെ പാസ്വേഡ് അടിച്ച് സെർവറിനകത്തേക്ക് കയറുക. അതിനുശേഷം നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ ട്രയൽ എന്ന് പറഞ്ഞ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ക്രിയേറ്റ് ഡാറ്റാബേസ് ട്രയൽ. ആക്ച്വലി PostgreSQL കേസ് സെൻസിറ്റീവ് അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പർ കേസോ ലോവർ കേസോ യൂസ് ചെയ്യാം. ഇനി ഇൻ കേസ് മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇറ്റ്സ് വർക്കിംഗ്. സോ ഡാറ്റാബേസ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി ഇപ്പോൾ നമ്മളുള്ളത് പോസ്റ്റ്ഗ്രസ് എന്ന് പറഞ്ഞ ഡാറ്റാബേസിനകത്താണ്. ആക്ച്വലി ഇതിൽ നിന്ന് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസിലേക്ക് നമുക്ക് പോകണം. അതിനായിട്ട് ആദ്യം നമുക്ക് ഡാറ്റാബേസ് ലിസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഈ സ്ലാഷ് ഇടുക, അതിനുശേഷം L എൻ്റർ ചെയ്യാം. സോ ഇവിടെ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസ് കാണാം, ട്രയൽ എന്ന് പറഞ്ഞിട്ട്. ഇനി ഇതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ /C അടിക്കുക. അതിനുശേഷം നമ്മൾ ഡാറ്റാബേസിൻ്റെ പേര് എൻ്റർ ചെയ്യുക, ട്രയൽ. ദെൻ നമുക്ക് കാണാം നമ്മൾ ട്രയൽ എന്ന് പറഞ്ഞ ഡാറ്റാബേസിനകത്തേക്ക് കയറി കഴിഞ്ഞു. ഇനി പോസ്റ്റ്ഗ്രസ് എന്ന് പറയുന്നത് മാറിയിട്ട് ട്രയൽ =# എന്ന് പറഞ്ഞിട്ട് സൈഡിൽ കാണാം. അപ്പോൾ നമ്മൾ ഡാറ്റാബേസിനകത്തേക്ക് കയറി. ഇനി ഇതിനകത്താണ് നമ്മൾ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, അഥവാ റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ടേബിൾ നെയിമാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ച രീതിയിൽ തന്നെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിളിൽ ആക്ച്വലി സ്റ്റുഡൻറ്റ് ID ഉണ്ടാവും, സ്റ്റുഡൻറ്റ് നെയിം ഉണ്ടാവും, ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. സോ സ്റ്റുഡൻറ്റ് ID ഞാൻ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. ആക്ച്വലി പ്രൈമറി കീ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ യുണീക്ക്ലി റോസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്ന റിലേഷൻ അഥവാ ഇന്ന ടേബിൾ നമുക്ക് റോസിനെ പറയുന്നത് ടപ്പിൾസ് എന്നാണ്. സോ ഈ ടപ്പിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കീസ് എല്ലാം ഉപയോഗിക്കുന്നത്. അതായത് കാൻഡിഡേറ്റ് കീ, സൂപ്പർ കീ, പ്രൈമറി കീ ആൻഡ് ഫോറിൻ കീസ് ഒക്കെ. ഫോറിൻ കീസിൻ്റെ ഒരു പ്രോഗ്രാം നമ്മളിൽ അവസാനം പറയുന്നുണ്ട്. അത് അവസാനത്തെ ഇതിൻ്റെ ഒരു പാർട്ട് 3 ആയിട്ട് വരുന്നതായിരിക്കും, ഫോറിൻ കീ മാത്രമായിട്ട്. ആക്ച്വലി അത് ഒരു 2 ടേബിൾ അല്ലെങ്കിൽ 3 ടേബിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഫോറിൻ കീ പറയാത്തത്. സോ ഇതിൽ നമുക്ക് വേണമെങ്കിൽ സീരിയൽ നമ്പേഴ്സ് ആണ് ID വരുന്നതെങ്കിൽ നമുക്ക് ബിഗ് സീരിയൽ, ഇൻറ്റിജറിന് പകരം ബിഗ് സീരിയൽ ഓർ സീരിയൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ആക്ച്വലി ഇൻറ്റിജർ തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ID ഇൻറ്റിജർ പ്രൈമറി കീ കൊടുക്കുന്നു. അതിനുശേഷം സ്റ്റുഡൻറ്റ് നെയിം _var സെറ്റ് ചെയ്യുന്നു. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് _var സെറ്റ് ചെയ്യുന്നു. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ആൻഡ് സെമിക്കോളൻ, എൻ്റർ. ദെൻ ടേബിൾ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ക്രിയേറ്റ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് കാണാം. സോ ഇതിലേക്ക് വാല്യൂസ് എൻ്റർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഇൻസേർട്ട് ഇൻറ്റു യൂസ് ചെയ്യുന്നു. ഞാൻ മുന്നേ കാണിച്ച രീതി അല്ലാതെ 2 രീതിയിൽ നമുക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാം. ഒന്ന് ഇൻസേർട്ട് ഇൻറ്റു ടേബിൾ നെയിം, ദെൻ ഈ ID, നെയിം ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ബ്രാക്കറ്റിൽ കൊടുത്തതിന് ശേഷം വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് എൻ്റർ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ മുന്നേ ഇൻസ്റ്റാളേഷൻ വീഡിയോയിൽ കാണിച്ച പോലെ ഇൻസേർട്ട് ഇൻറ്റു വാല്യൂസ് എന്ന് പറഞ്ഞിട്ടും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ഞാനിപ്പോൾ ഒരു 5 വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ഇതുപോലെ തന്നെ 5 വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ക്വറീസ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഞാനിവിടെ 5 വാല്യൂസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെലക്ട് സ്റ്റാർ യൂസ് ചെയ്യാൻ പോവാണ്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എൻ്റർ ചെയ്യാൻ പോവാണ്. സോ നമ്മുടെ ടേബിൾ പ്രിൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടേബിളിനെ എങ്ങനെ അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റാൻ നോക്കാം. അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റുന്നതിനായിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്, ഓർഡർ ബൈ ഏത് ആണോ ഓർഡർ ചെയ്യേണ്ടത്, നെയിം ആണോ ID ആണോ അതിനനുസരിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നെയിം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം നെയിംസ് എല്ലാം അസെൻഡിങ് ഓർഡറിലായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഇതുപോലെ തന്നെ ID യും ഡിപ്പാർട്ട്മെൻറ്റും കൊടുത്തു നോക്കാം. ഓക്കെ,
ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇതിന് ഡിസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഇതുപോലെ തന്നെ ഓർഡർ ബൈ എസ് നെയിം കഴിഞ്ഞിട്ട് നമ്മൾ DESC, അതായത് ഡിസെൻഡിങ്ങിൻ്റെ DESC മാത്രം യൂസ് ചെയ്യുക. അതിനുശേഷം സെമിക്കോളൻ ഇട്ടിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് ഡിസെൻഡിങ് ഓർഡറിലേക്ക് വന്നിട്ട് കാണാം. ഇതുപോലെ തന്നെ നമുക്ക് ഐഡിയും ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഡിസെൻഡിങ്ങിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് 3 റോസ് മാത്രം പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ലിമിറ്റ് എന്ന് പറഞ്ഞ ക്ലോസ് യൂസ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് സെലക്ട് സ്റ്റാർ സ്റ്റുഡൻറ് ലിമിറ്റ് 3 സെറ്റ് ചെയ്യാണ്. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കാണാം ഇവിടെ 3 റോസ് മാത്രമാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. സോ അതിന് വേണ്ടിയാണ് നമ്മൾ ലിമിറ്റ് എന്ന് പറഞ്ഞ ക്ലോസ് യൂസ് ചെയ്യുന്നത്. ഇനി 3 എണ്ണം സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളത് മാത്രം പ്രിന്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഓഫ്സെറ്റ് ആണ് യൂസ് ചെയ്യുക. സോ അതിനായിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് ഓഫ്സെറ്റ് 3 സെറ്റ് ചെയ്യാണ്. സോ ലിമിറ്റിന് പകരം ഓഫ്സെറ്റ് യൂസ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് കാണാം ആദ്യത്തെ 3 എണ്ണം സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള 3 എണ്ണമാണ് ഇപ്പോൾ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത്. സോ ഇനി നമ്മൾ വെയർ ക്ലോസിനെ കുറിച്ച് പറയാൻ പോവാണ്. വെയർ ക്ലോസ് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്ക് സയൻസ് എടുത്ത മാത്രം കുട്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വെയർ യൂസ് ചെയ്യാം. അതിനായിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം വെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഈക്വൽസ് ടു സയൻസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സയൻസ് എടുത്ത കുട്ടികളുടെ മാത്രം ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. സോ അതിനുശേഷം നമുക്ക് ഇതിനെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഓർഡർ ബൈ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസെൻഡിങ്ങിലേക്കോ അസെൻഡിങ്ങിലേക്കോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ക്ലോസ് ആണ് ഓർ എന്ന് പറയുന്നത്, ഓർ ആൻഡ്. ഇവിടെ നമ്മൾ ഓർ യൂസ് ചെയ്തുകൊണ്ട് 102 ID ഉള്ളതും അതുപോലെ തന്നെ 105 ID ഉള്ള കുട്ടിയുടെയും ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്തെടുക്കാൻ പോവാണ്. അതിനായിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് വെയർ ID ഈസ് ഈക്വൽ 102 ഓർ യൂസ് ചെയ്യുന്നു, ID ഈസ് ഈക്വൽ 105 ദെൻ സെമിക്കോളൻ ദെൻ എൻ്റർ. സോ നമുക്കിവിടെ 102 ഉള്ളതും 105 ഉള്ള സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് പ്രിൻ്റ് ആയിട്ടുണ്ട്. സോ ഇനി ഈ ടേബിളിലേക്ക് ഞാൻ റാങ്ക് എന്ന് പറഞ്ഞൊരു കോളം കൂടി ആഡ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ആൾട്ടർ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നു. ആൾട്ടർ ടേബിൾ നെയിം ആൻഡ് ആഡ് യൂസ് ചെയ്യുന്നു. ദെൻ റാങ്ക് നമ്മൾ നേരത്തെ ഇൻറ്റിജർ ആൻഡ് ഡാറ്റ ടൈപ്പ് സെറ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ പുതിയൊരു കോളം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുക്കണം. ആഡ് റാങ്ക് ഇൻറ്റിജർ എന്ന് കൊടുക്കുന്നു. ദെൻ സെമിക്കോളൻ ഇടുന്നു, ദെൻ എൻ്റർ. ദെൻ ഇവിടെ നമുക്ക് കാണാം ആൾട്ടർ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. കോളം ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കോളം ആഡ് ആയിട്ട് കാണാം, ബട്ട് ഡാറ്റാസ് ഇല്ല. സോ ഇതിലേക്ക് ഡാറ്റാസ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി അപ്ഡേറ്റ് എന്ന് യൂസ് ചെയ്യുന്നു. അപ്ഡേറ്റ് സ്റ്റുഡൻറ് സെറ്റ് യൂസ് ചെയ്യുന്നു. സെറ്റ് റാങ്ക് ഈസ് അസൈൻ 1 കൊടുക്കുന്നു. സോ എല്ലാ കോളത്തിലേക്കും റാങ്ക് 1 ആയിട്ട് അസൈൻ ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിന് റാങ്ക് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിന് വേറെ റാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടോ നമുക്ക് വെയർ ക്ലോസ് യൂസ് ചെയ്യാം. അതായത് അപ്ഡേറ്റ് സ്റ്റുഡൻറ് സെറ്റ് റാങ്ക് ഈസ് ഈക്വൽ ടു വെയർ ID അസൈൻ 102 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റുഡൻറ് 103 ഉള്ള സ്റ്റുഡൻറ്റിന് മാത്രം റാങ്ക് 2 ആക്കി കൊടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ റാങ്ക് എന്നുള്ള ടേബിളിനെ റീനെയിം ചെയ്യുക എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ വീണ്ടും ആൾട്ടർ ടേബിളാണ് യൂസ് ചെയ്യുന്നത്. ആൾട്ടർ ടേബിൾ സ്റ്റുഡൻറ് റീനെയിം റാങ്ക് ടു മാർക്ക് ദെൻ സെമിക്കോളൻ ദെൻ എൻ്റർ. സോ ഇവിടെ റാങ്ക് എന്നുള്ള കോളം മാറി മാർക്ക് എന്നായിട്ട് കാണാം. ഓക്കെ, ദെൻ നമ്മൾ ഓർ യൂസ് ചെയ്ത പോലെ ഇനി ആൻഡ് യൂസ് ചെയ്യാൻ പോവാണ്. ദെൻ ഇവിടെ നമ്മൾ ID 106ഉം ആൻഡ് അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് സയൻസും ആയിട്ടുള്ള കുട്ടിയുടെ ഡീറ്റെയിൽ എടുക്കാൻ പോവാണ്. അതിനായിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് വെയർ ID ഈസ് ഈക്വൽ 106 ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഈക്വൽ സയൻസ്. നമ്മളെപ്പോഴും വാർക്യാർ അല്ലെങ്കിൽ ക്യാരക്ടർ സ്ട്രിങ്സ് കൊറിയിൽ എഴുതുന്ന സമയത്ത് എപ്പോഴും സിംഗിൾ കോട്ട്സിൽ എഴുതാൻ ശ്രമിക്കുക. ദെൻ സെമിക്കോളൻ ഇട്ടിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ നമ്മൾ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ID 106 ആയിട്ടുള്ള കുട്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഇതാണ് SQLലെ ബേസിക് ക്വറീസ് എന്ന് പറയുന്നത്. അടുത്ത വീഡിയോയിലൂടെ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വറീസ് നോക്കും. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോറിൻ കീ യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വറിയും നമ്മൾ നോക്കുന്നതായിരിക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ടേബിളിലെ ഡാറ്റാസ് നമുക്ക് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ട്രങ്കാറ്റ് യൂസ് ചെയ്യാം. ട്രങ്കാറ്റ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ടേബിളിൻ്റെ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ട്രങ്കാറ്റ് ടേബിൾ എന്ന് കാണും. അപ്പോൾ നമുക്കിവിടെ ഇൻ ടേബിൾസ് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ജസ്റ്റ് അതിൻ്റെ
ജസ്റ്റ് നമ്മൾ ആദ്യം ടേബിൾ ക്രിയേറ്റ് ചെയ്ത പോലെയുള്ള വാല്യൂസ് എല്ലാം എലിമിനേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതാണ് SQLന്റെ ബേസിക്സ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.